ഒന്നാമത്തെ ചോദ്യം, സാംസന്റെ ഗോത്രം ഏതാണ്? സാംസന്റെ ഗോത്രം ഏതാണ്? ഓപ്ഷൻസ്: യൂദാ ഗോത്രം, ദാൻ ഗോത്രം, ശിമയോൻ ഗോത്രം. രണ്ടാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 13:14 എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ന്യായാധിപന്മാരുടെ പുസ്തകം 13:14 എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: 4 കാര്യങ്ങൾ, 2 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ, 2 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ. ചോദ്യം 3, അവൻ ജനനം മുതൽ ദൈവത്തിന് ഡാഷ് വ്രതക്കാരനായിരിക്കും. ന്യായാധിപൻ 17:7 അനുസരിച്ച് പൂരിപ്പിക്കുക. അവൻ ജനനം മുതൽ ദൈവത്തിന് ഡാഷ് വ്രതക്കാരനായിരിക്കും. ഓപ്ഷൻസ്: സായിർ വിധം, സാക്കീർ വിധം, നാസീർ വിധം വ്രതം. സായിർ വിധം, സാക്കീർ വ്രതം, നാസീർ വ്രതം. നാലാമത്തെ ചോദ്യം, അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് ഡാഷ് ആർക്ക് വ്യക്തമായി? ഓപ്ഷൻസ്: ഗിദെയോന്, മനോവയ്ക്ക്, സാംസണ്. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് ഡാഷ് ആർക്ക് വ്യക്തമായി? ഓപ്ഷൻസ്: ഗിദെയോന്, മനോവയ്ക്ക്, സാംസണ്. അഞ്ചാമത്തെ ചോദ്യം, അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോഴരായി കൊടുത്തത്? അഞ്ചാമത്തെ ചോദ്യം, അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോഴരായി കൊടുത്തത്? ഓപ്ഷൻസ്: 10, 30, 40. അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോഴരായി കൊടുത്തത്? ഓപ്ഷൻസ്: 10, 30, 40. ആറാമത്തെ ചോദ്യം, കോപാക്രാന്തനായ സാംസൺ പോയത് എവിടേക്കാണ്? കോപാക്രാന്തനായ സാംസൺ പോയത് എവിടേക്ക്? ഓപ്ഷൻസ്: തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക്, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക്, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ഏഴാമത്തെ ചോദ്യം, കടങ്കഥ എന്തെന്ന് പറയാൻ സാംസണോട് പറഞ്ഞത് ആരാണ്? കടങ്കഥ എന്തെന്ന് പറയാൻ സാംസണോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: തോഴർ, പട്ടണവാസികൾ, സാംസന്റെ ഭാര്യ. തോഴർ, പട്ടണവാസികൾ, സാംസന്റെ ഭാര്യ. എട്ടാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഓപ്ഷൻസ്: 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 2 പ്രാവശ്യം. 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 2 പ്രാവശ്യം. ഒമ്പതാമത്തെ ചോദ്യം, കുറേ നാൾ കഴിഞ്ഞ് സാംസൺ എപ്പോഴാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? കുറേ നാൾ കഴിഞ്ഞ് സാംസൺ എപ്പോഴാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഓപ്ഷൻസ്: കൊയ്ത്ത് കാലത്ത്, ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്, വേനൽക്കാലത്ത്. കൊയ്ത്ത് കാലത്ത്, ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്, വേനൽക്കാലത്ത്. പത്താമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15:16 ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചത് ആരാണ്? ന്യായാധിപൻ 15:6 ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഫിലിസ്ത്യർ, പട്ടണവാസികൾ, സാംസന്റെ ഭാര്യ, പിതാവ്. ഓപ്ഷൻസ്: ഫിലിസ്ത്യർ, പട്ടണവാസികൾ, സാംസന്റെ ഭാര്യ, പിതാവ്. 11ാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 7 എന്താണ് സാംസന്റെ ശപഥമായി പറയുന്നത്? 11ാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15:7 എന്താണ് സാംസന്റെ ശപഥമായി പറയുന്നത്? ഓപ്ഷൻസ്: ഫിലിസ്ത്യരെ വധിക്കും, ഫിലിസ്ത്യരെ തോൽപ്പിക്കും, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ഞാൻ എന്നത് ഫിലിസ്ത്യരോട്. 3 ഓപ്ഷൻസാണുള്ളത്. ഫിലിസ്ത്യരെ വധിക്കും, ഫിലിസ്ത്യരെ തോൽപ്പിക്കും, ഞാൻ ഫിലിസ്ത്യരോട്, അതായത് നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 12ാമത്തെ ചോദ്യം, ശപഥം നിറവേറ്റി സാംസൺ പോയി താമസിച്ചത് എവിടെയാണ്? ശപഥം നിറവേറ്റിയ സാംസൺ പോയി താമസിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: തിമ്നായിൽ, ഇസ്രായേലിൽ, എത്താം പാറക്കെട്ടിൽ. ശപഥം നിറവേറ്റി സാംസൺ പോയി താമസിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: തിമ്നായിൽ, ഇസ്രായേലിൽ, എത്താം പാറക്കെട്ടിൽ. 13ാമത്തെ ചോദ്യം, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട്? ആരോട് ചോദിച്ചു? 13ാമത്തെ ചോദ്യം, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട്?
ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: യൂദയായിലെ ജനം ഫിലിസ്ത്യരോട്, ഫിലിസ്ത്യർ സാംസണോട്, ഫിലിസ്ത്യർ ജനത്തോട്. 14-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്ന വാക്യം ഏതാണ്? കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻസ്: 15:10, 15:14, 15:15. ഓപ്ഷൻസ് ഒന്നുകൂടെ: 15:10, 15:14, 15:15. 15-ാമത്തെ ചോദ്യം, കഴുതയുടെ താടിയിൽ സാംസൺ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? 15-ാമത്തെ ചോദ്യം, കഴുതയുടെ താടിയിൽ സാംസൺ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഓപ്ഷൻസ്: ലേഹി, റാമാത്ത് ലേഹി, സാഫോൻ. ലേഹി, റാമാത്ത് ലേഹി, സാഫോൻ. 16-ാമത്തെ ചോദ്യം, എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: അപേക്ഷിക്കുന്നവൻ്റെ ഉറവ, പൊള്ളയായ സ്ഥലം. 16-ാമത്തെ ചോദ്യം, എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം: അപേക്ഷിക്കുന്നവൻ്റെ ഉറവ, പൊള്ളയായ സ്ഥലം. 17-ാമത്തെ ചോദ്യം, ലേഹിയിലുള്ള പൊള്ളയായ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ജലം കുടിച്ചപ്പോൾ സാംസൺ എന്ത് സംഭവിച്ചു? ഓപ്ഷൻസ്: ധൈര്യം വന്നു, യുദ്ധസന്നദ്ധനായി, ഊർജ്ജസ്വലനായി. 17-ാമത്തെ ചോദ്യം, ലേഹിയിൽ ഉള്ള പൊള്ളയായ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ജലം കുടിച്ചപ്പോൾ സാംസൺ എന്ത് സംഭവിച്ചു? ഓപ്ഷൻസ്: ധൈര്യം വന്നു, യുദ്ധസന്നദ്ധനായി, ഊർജ്ജസ്വലനായി. 18-ാമത്തെ ചോദ്യം, സേറയ്ക്ക് താഴ്വരയിലെ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്താണ്? സേറയ്ക്ക് താഴ്വരയിലെ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്താണ്? ഓപ്ഷൻസ്: ദലീല, റാഹേൽ, ഹന്ന. ദലീല, റാഹേൽ, ഹന്ന. 19-ാമത്തെ ചോദ്യം, കട്ടളക്കാലോടുകൂടെ സാംസൺ പറിച്ചെടുത്തത് എന്താണ്? 19-ാമത്തെ ചോദ്യം, കട്ടളക്കാലോടുകൂടെ സാംസൺ പറിച്ചെടുത്തത് എന്താണ്? ഓപ്ഷൻസ്: പടിപ്പുര, വാതിൽ, പട്ടണപ്പടിപ്പുരയുടെ വാതിൽ. 19-ാമത്തെ ചോദ്യം, കട്ടളക്കാലോടുകൂടെ സാംസൺ പറിച്ചെടുത്തത് എന്താണ്? ഓപ്ഷൻസ്: പടിപ്പുര, വാതിൽ, പട്ടണപ്പടിപ്പുരയുടെ വാതിൽ. 20-ാമത്തെ ചോദ്യം, ശക്തി കുറഞ്ഞാൽ ഞാൻ ആരെപ്പോലെ ആകുമെന്നാണ് ദലീലയോട് സാംസൺ പറഞ്ഞത്? ശക്തി കുറഞ്ഞാൽ താൻ ആരെപ്പോലെ ആകുമെന്നാണ് ദലീലയോട് സാംസൺ പറഞ്ഞത്? ഓപ്ഷൻസ്: മറ്റു മനുഷ്യരെ പോലെ, രാക്ഷസനെ പോലെ, ഫിലിസ്ത്യരെ പോലെ. മറ്റു മനുഷ്യരെ പോലെ, രാക്ഷസനെ പോലെ, ഫിലിസ്ത്യരെ പോലെ. 21-ാമത്തെ ചോദ്യം, ദലീല ആളുകളെ ഇരുത്തിയിരുന്നത് എവിടെയാണ്? ദലീല ആളുകളെ പതിയിരുത്തിയിരുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ഉൾമുറിയിൽ, മട്ടുപ്പാവിൽ, പൂമുഖത്ത്. ഉൾമുറിയിൽ, മട്ടുപ്പാവിൽ, പൂമുഖത്ത്. 22-ാമത്തെ ചോദ്യം, തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ എന്ത് ചെയ്തു? തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: കത്തിച്ച് കളഞ്ഞു, നൂല് പോലെ അവൻ പൊട്ടിച്ച് കളഞ്ഞു, ചാരമാക്കി. കത്തിച്ച് കളഞ്ഞു, നൂല് പോലെ അവൻ പൊട്ടിച്ച് കളഞ്ഞു, ചാരമാക്കി. 23-ാമത്തെ ചോദ്യം, തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ലെന്നാണ് സാംസൺ പറഞ്ഞത്? ഓപ്ഷൻസ്: തൈലം, ക്ഷൗരക്കത്തി, സുഗന്ധദ്രവ്യം. തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ലെന്നാണ് സാംസൺ പറഞ്ഞത്? ഓപ്ഷൻസ്: തൈലം, ക്ഷൗരക്കത്തി, സുഗന്ധദ്രവ്യം. 24-ാമത്തെ ചോദ്യം, ശത്രുവായ സാംസനെ ആര് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ശത്രുവായ സാംസനെ ആര് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഓപ്ഷൻസ്: സർവശക്തനായ ദൈവം, നമ്മുടെ ദേവനായ ദാഗോൻ, വിജാതീയ ദേവൻ. ഓപ്ഷൻസ്: സർവശക്തനായ ദൈവം, നമ്മുടെ ദേവനായ ദാഗോൻ, വിജാതീയ ദേവൻ. 25-ാമത്തെ ചോദ്യം, ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ, ആരോട് അപേക്ഷിച്ചു? ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ, ആരോട് അപേക്ഷിച്ചു? ഓപ്ഷൻസ്: ഫിലിസ്ത്യർ ദൈവത്തോട്, ദലീല കർത്താവിനോട്, സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഫിലിസ്ത്യർ ദൈവത്തോട്, ദലീല കർത്താവിനോട്, സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ചോദ്യം 26, തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ പറഞ്ഞത് എന്താണ്? തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ പറഞ്ഞത് എന്താണ്? ഓപ്ഷൻസ്: ഫിലിസ്ത്യർ മരിക്കട്ടെ, പ്രഭുക്കന്മാർ മരിക്കട്ടെ,
ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ. ഫിലിസ്തീർ മരിക്കട്ടെ, പ്രഭുക്കന്മാർ മരിക്കട്ടെ, ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ. 27-ാമത്തെ ചോദ്യം. സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഓപ്ഷൻസ് 10 വർഷം, 25 വർഷം, 20 വർഷം. 28-ാമത്തെ ചോദ്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 17:7 പ്രകാരം യൂദയായിലെ ബെത്ലഹേമിൽ ആരുണ്ടായിരുന്നു? ഓപ്ഷൻസ്: ഒരു ധനികൻ, ഒരു വൃദ്ധൻ, യൂദവംശജനായ ഒരു യുവാവ്. ഒരു ധനികൻ, ഒരു വൃദ്ധൻ, യൂദവംശജനായ ഒരു യുവാവ്. 29-ാമത്തെ ചോദ്യം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ ആർക്ക് മാറ്റിവെക്കുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറയുന്നത്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ ആർക്ക് മാറ്റിവെക്കുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറയുന്നത്? ഓപ്ഷൻസ്: ദേവന്, കർത്താവിന്, ആരാധനാമൂർത്തിക്ക്. ദേവന്, കർത്താവിന്, ആരാധനാമൂർത്തിക്ക്. 30-ാമത്തെ ചോദ്യം. എന്തന്വേഷിച്ചാണ് ലേവിയ യുവാവ് ബെത്ലഹേമിൽ പോയത്? എന്തന്വേഷിച്ചാണ് ലേവി യുവാവ് ബെത്ലഹേമിൽ പോയത്? ഓപ്ഷൻസ്: ഒരു താമസ സ്ഥലം, ഒരു വീട്, ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഒരു താമസ സ്ഥലം, ഒരു വീട്, ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 31-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ ഗ്രന്ഥരചന നടത്തുന്ന കാലഘട്ടം ഏതാണ്? പ്രഭാഷകൻ ഗ്രന്ഥരചന നടത്തുന്ന കാലഘട്ടം. ഓപ്ഷൻസ്: BC 1-ാം നൂറ്റാണ്ട്, BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, 3 BC 4-ാം നൂറ്റാണ്ട്. 3 ഓപ്ഷൻസ്: BC 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ട്. 32-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രഭാഷകൻ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ്: ജെറുസലേംകാരനായ സിറാക്കിൻ്റെ മകൻ യേശു, ദാവീദ് രാജാവ്, സിറാക്ക്. ജെറുസലേംകാരനായ സിറാക്കിൻ്റെ മകൻ യേശു, ദാവീദ് രാജാവ്, സിറാക്ക്. 33-ാമത്തെ ചോദ്യം. ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? ഓപ്ഷൻസ്: മാതാവ്, സഹോദരങ്ങൾ, മക്കൾ. മാതാവ്, സഹോദരങ്ങൾ, മക്കൾ. 34-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ്റെ വാക്കുകൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? 34-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ്റെ വാക്കുകൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഓപ്ഷൻസ്: ആദരിക്കുക, അവഗണിക്കുക, പ്രശംസിക്കുക. ആദരിക്കുക, അവഗണിക്കുക, പ്രശംസിക്കുക. 35-ാമത്തെ ചോദ്യം. പരദോഷം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:23 പറയുന്നത്? ഓപ്ഷൻസ്: സ്നേഹം, രഹസ്യം, നന്മ. പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:23 പറയുന്നത്? ഓപ്ഷൻസ്: സ്നേഹം, രഹസ്യം, നന്മ. 36-ാമത്തെ ചോദ്യം. മകളെക്കുറിച്ച് ആകുലത എന്ന ശീർഷകത്തിൻ്റെ കീഴെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: 10, 6, 7. മകളെക്കുറിച്ച് ആകുലത എന്ന ശീർഷകത്തിന് കീഴെ എത്ര വാക്യങ്ങളുണ്ട്? 10, 6, 7. 37-ാമത്തെ ചോദ്യം. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്? ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നത് ലജ്ജിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻ: സ്നേഹിതരുടെ, അയൽക്കാരുടെ, ബന്ധുവിൻ്റെ. സ്നേഹിതരുടെ, അയൽക്കാരുടെ, ബന്ധുവിൻ്റെ. 38-ാമത്തെ ചോദ്യം. കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെയാണ്? ഓപ്ഷൻസ്: വാശിക്കാരനായ മകനെ, ദുഷ്ടനായ ദാസനെ, ദുശാഠ്യക്കാരിയായ പുത്രിയെ. വാശിക്കാരനായ മകനെ, ദുഷ്ടനായ ദാസനെ, ദുശാഠ്യക്കാരിയായ പുത്രിയെ. 39-ാമത്തെ ചോദ്യം. കർത്താവിന് ആരെ ആവശ്യമില്ല എന്നാണ് പറയുക? ഓപ്ഷൻസ്: ഉപദേശകരെ, സഹായകരെ, ദാസരെ. കർത്താവിന് ആരെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: ഉപദേശകരെ, സഹായകരെ, ദാസരെ. 40-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: 30, 20, 33. 30, 20, 33. 41-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ 41 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ ശീർഷകമില്ലാത്ത അധ്യായം ഏതാണ്? 41-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ 41 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ ശീർഷകമില്ലാത്ത അധ്യായം. ഓപ്ഷൻസ്: അധ്യായം 41, 42, 43. ഓപ്ഷൻസ്: അധ്യായം 41, അധ്യായം 42, അധ്യായം 43. 42-ാമത്തെ ചോദ്യം. മഴവില്ല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങളിലാണ്? 42-ാമത്തെ ചോദ്യം. മഴവില്ല്
മഴവില്ല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങളിലാണ്? ഓപ്ഷൻസ് കർത്താവിൻ്റെ, പിതാവിൻ്റെ, അത്യുന്നതൻ്റെ. കർത്താവിൻ്റെ, പിതാവിൻ്റെ, അത്യുന്നതൻ്റെ. കർത്താവിൻ്റെ, പിതാവിൻ്റെ, അത്യുന്നതൻ്റെ. 43ാമത്തെ ചോദ്യം, എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? ഓപ്ഷൻസ് തപ്പുകൊട്ടി എല്ലാ കഴിവും ഉപയോഗിച്ച് കിന്നരം മീട്ടി. തപ്പുകൊട്ടി എല്ലാ കഴിവും ഉപയോഗിച്ച് കിന്നരം മീട്ടി. 44ാമത്തെ ചോദ്യം, കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ സമ്പത്ത്, സൽകീർത്തി, ജ്ഞാനം. കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത്? സമ്പത്ത്, സൽകീർത്തി, ജ്ഞാനം. 45ാമത്തെ ചോദ്യം, പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് എപ്പോൾ? പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് എപ്പോൾ? ഓപ്ഷൻസ് പ്രയത്നിച്ചപ്പോൾ, ആദ്യം മുതൽ തന്നെ, ചെറുപ്പത്തിൽ. പ്രയത്നിച്ചപ്പോൾ, ആദ്യം മുതൽ തന്നെ, ചെറുപ്പത്തിൽ. 46ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 44-ൽ രണ്ടാമത്തെ ശീർഷകം എന്താണ്? അബ്രാഹം, മോശ, നോഹ, ഹേനോക്ക്, ഹേനോക്ക്, നോഹ. പ്രഭാഷകൻ 44-ൽ രണ്ടാമത്തെ ശീർഷകം അബ്രാഹം, മോശ, നോഹ, ഹേനോക്ക്, ഹേനോക്ക്, നോഹ. 47ാമത്തെ ചോദ്യം, ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിനു ശേഷമാണ്? ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിനു ശേഷം? നോഹയ്ക്ക് ശേഷം, ജലപ്രളയത്തിന് ശേഷം, മോശയ്ക്ക് ശേഷം. നോഹയ്ക്ക് ശേഷം, ജലപ്രളയത്തിന് ശേഷം, മോശയ്ക്ക് ശേഷം. 48ാമത്തെ ചോദ്യം, പിതാവായ അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ്? പിതാവായ അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻസ് ഇസ്മായിലിന്, യാക്കോബിന്, ഇസഹാക്കിന്. ഇസ്മായിലിന്, യാക്കോബിന്, ഇസഹാക്കിന്. 49ാമത്തെ ചോദ്യം, സൂര്യനെ തടഞ്ഞു നിർത്തിയത് ആരുടെ കരമാണ്? സൂര്യനെ തടഞ്ഞു നിർത്തിയത് ആരുടെ കരമാണ്? ഓപ്ഷൻസ് ജോഷുവയുടെ, മോശയുടെ, ദാവീദിൻ്റെ. ജോഷുവയുടെ, മോശയുടെ, ദാവീദിൻ്റെ. 50ാമത്തെ ചോദ്യം, കർത്താവ് കാലേബിന് കൊടുത്ത ശക്തി എന്നുവരെ നിലനിന്നു? കർത്താവ് കാലേബിന് കൊടുത്ത ശക്തി എന്നുവരെ നിലനിന്നു? ഓപ്ഷൻസ് വാർദ്ധക്യം വരെ, 100 വയസ്സ് വരെ, വർഷങ്ങളോളം. വാർദ്ധക്യം വരെ, 100 വയസ്സ് വരെ, വർഷങ്ങളോളം. ചോദ്യം 51, സാമുവേൽ ആരുടെ മരണമാണ് മുൻകൂട്ടി അറിയിച്ചത്? സാമുവേൽ ആരുടെ മരണമാണ് മുൻകൂട്ടി അറിയിച്ചത്? ഓപ്ഷൻസ് പിതാവിൻ്റെ മരണം, രാജാവിൻ്റെ മരണം, പ്രവാചകൻ്റെ മരണം. പിതാവിൻ്റെ മരണം, രാജാവിൻ്റെ മരണം, പ്രവാചകൻ്റെ മരണം. 52ാമത്തെ ചോദ്യം, ഗായക സംഘത്തിൻ്റെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? ഗായക സംഘത്തിൻ്റെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? ഓപ്ഷൻസ് വിശുദ്ധ സ്ഥലം സുഗന്ധപൂരിതമായി, വിശുദ്ധ സ്ഥലം മുഖരിതമായി, എല്ലായിടത്തും പ്രകാശം വ്യാപിച്ചു. വിശുദ്ധ സ്ഥലം സുഗന്ധപൂരിതമായി, വിശുദ്ധ സ്ഥലം മുഖരിതമായി, എല്ലായിടത്തും പ്രകാശം വ്യാപിച്ചു. 53ാമത്തെ ചോദ്യം, ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ് അന്യനാട്ടിൽ നിന്ന്, എഫ്രായിമിൽ നിന്ന്, യൂദയായിൽ നിന്ന്. ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ് അന്യനാട്ടിൽ നിന്ന്, എഫ്രായിമിൽ നിന്ന്, യൂദയായിൽ നിന്ന്. 54ാമത്തെ ചോദ്യം, ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെയാണ്? ഓപ്ഷൻസ് പ്രഭുക്കന്മാരെ, രാജാക്കന്മാരെ, ദേശാധിപതികളെ. 54ാമത്തെ ചോദ്യം, ഏലിയ നാശത്തിലേക്ക് നയിച്ചത് പ്രഭുക്കന്മാരെ, രാജാക്കന്മാരെ, ദേശാധിപതികളെ. 55ാമത്തെ ചോദ്യം, ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് അവർ എന്നും ജീവിക്കും. ഓപ്ഷൻസ് അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ, ശക്തർ. ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് അവർ എന്നും ജീവിക്കും. അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ, ശക്തർ. 56ാമത്തെ ചോദ്യം, അമ്മയുടെ ഉദരത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഏശയ്യ, ഹോസിയ, ജെറമിയ. അമ്മയുടെ ഉദരത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ഏശയ്യ, ഹോസിയ, ജെറമിയ. 57, സമുദ്രം പോലെ വിശാലമായ ജലസംഭരണി കുഴിച്ചത് എപ്പോൾ? ഓപ്ഷൻസ് ജോസഫിൻ്റെ കാലത്ത്, എസ്രാ നെഹമ്യയുടെ കാലത്ത്, ശിമയോൻ്റെ കാലത്ത്. സമുദ്രം പോലെ വിശാലമായ ജലസംഭരണി കുഴിച്ചത് എപ്പോൾ? ഓപ്ഷൻസ് ജോസഫിൻ്റെ കാലത്ത്, എസ്രാ നെഹമ്യയുടെ കാലത്ത്, ശിമയോൻ്റെ കാലത്ത്. 58ാമത്തെ ചോദ്യം, മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഓപ്ഷൻസ് ചന്ദ്രനെ പോലെ, സൂര്യനെ പോലെ, പ്രഭാതതാരം പോലെ. ചന്ദ്രനെ പോലെ, സൂര്യനെ പോലെ, പ്രഭാതതാരം പോലെ.
59 ചോദ്യം, വസന്തത്തിൽ പനിനീർപ്പ് പോലെയും നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെയും പ്രശോഭിച്ചതായി പറയുന്നത് ആരാണ്? ഓപ്ഷൻ ശിമയോൻ ഓനിയാസ് ഹേനോക്ക്. ശിമയോൻ ഓനിയാസ് ഹേനോക്ക്. 60 ചോദ്യം, പ്രഭാഷകൻ 50:8 അനുസരിച്ച് വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പുല്ല് പോലെ എന്നാണ് പറയുന്നത്? പ്രഭാഷകൻ 50:8 അനുസരിച്ച് വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പുല്ല് പോലെ എന്നാണ് പറയുന്നത്? ഷാരോണിൽ, ലെബനോണിൽ, കാനാനിൽ. ഷാരോണിൽ, ലെബനോണിൽ, കാനാനിൽ. 61 ചോദ്യം, യേശു തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സ്നാനം നൽകിക്കൊണ്ട്, വിജാതിയുടെ ഗലീലിയിൽ പഠിപ്പിച്ചുകൊണ്ട്, വചനം പ്രസംഗിച്ചുകൊണ്ട്. യേശു തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സ്നാനം നൽകിക്കൊണ്ട്, വിജാതിയുടെ ഗലീലിയായിൽ പഠിപ്പിച്ചുകൊണ്ട്, വചനം പ്രസംഗിച്ചുകൊണ്ട്. 62 ചോദ്യം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥരചയിതാവ് ആരാണ്? അപ്പസ്തോല പ്രവർത്തനം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻസ് വിശുദ്ധ മർക്കോസ്, സുവിശേഷകനായ ലൂക്ക, വിശുദ്ധ മത്തായി. വിശുദ്ധ മർക്കോസ്, സുവിശേഷകനായ ലൂക്ക, വിശുദ്ധ മത്തായി. 63 ചോദ്യം, നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുന്നത്? ഓപ്ഷൻസ് തെറ്റ് തിരുത്തുക, ശിക്ഷിക്കുക, ശാസിക്കുക. നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുന്നത്? ഓപ്ഷൻസ് തെറ്റ് തിരുത്തുക, ശിക്ഷിക്കുക, ശാസിക്കുക. 64 ചോദ്യം, കുഷ്ഠരോഗികൾ അകലെ നിൽക്കണമെന്ന് രേഖപ്പെടുത്തിയ പഴയ നിയമഭാഗം ഏതാണ്? കുഷ്ഠരോഗികൾ അകലെ നിൽക്കണമെന്ന് രേഖപ്പെടുത്തിയ പഴയ നിയമഭാഗം ലേവ്യ 13:45 മുതൽ 46 വരെ, ലേവ്യർ 10:11 മുതൽ 12 വരെ, ലേവ്യ 9:1 മുതൽ 2 വരെ. കുഷ്ഠരോഗികൾ അകലെ നിൽക്കണമെന്ന് രേഖപ്പെടുത്തിയ പഴയ നിയമഭാഗം ലേവ്യർ പുസ്തകം 13:45-46, ലേവ്യർ 10:11-12, ലേവ്യർ 9:1-2. 65 ചോദ്യം, ലൂക്ക 17 അധ്യായത്തിലെ 3 ശീർഷകം എന്താണ്? ലൂക്ക 17 അധ്യായത്തിലെ 3 ശീർഷകം മനുഷ്യപുത്രൻ്റെ ആഗമനം, 10 കുഷ്ഠരോഗികൾ, ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ. മനുഷ്യപുത്രൻ്റെ ആഗമനം, 10 കുഷ്ഠരോഗികൾ, ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ. 66 ചോദ്യം, ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വിവരിക്കുന്ന ബൈബിൾ വാക്യം ഏത്? ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വിവരിക്കുന്ന ബൈബിൾ വാക്യം ഏത്? ഉൽപ്പത്തി 19:26, ഉൽപ്പത്തി 1:26, ഉൽപ്പത്തി 10:1. ഉൽപ്പത്തി 19:26, ഉൽപ്പത്തി 1:26, ഉൽപ്പത്തി 10:1. 67 ചോദ്യം, തന്നെ തന്നെ ഉയർത്തും താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്ന ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായവും വാക്യവും. തന്നെ തന്നെ താഴ്ത്തുന്ന ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അധ്യായം വാക്യം ലൂക്ക 18:10, 18:14, 18:20. ലൂക്ക 18:10, ലൂക്ക 18:14, ലൂക്ക 18:20. 68 ചോദ്യം, പീഡാനുഭവം, ഉത്ഥാനം, 3-ാം പ്രവചനം യേശു ആരോട് പറഞ്ഞു? ഈ പീഡാനുഭവം, ഉത്ഥാനം, 3-ാം പ്രവചനം യേശു ആരോട് പറഞ്ഞു? 12 പേരെ അടുത്ത് വിളിച്ച് ജനങ്ങളോട് തൻ്റെ ചുറ്റും കൂടിയവരോട്. 12 പേരെ അടുത്ത് വിളിച്ച് ജനങ്ങളോട് തൻ്റെ ചുറ്റും കൂടിയവരോട്. 69 ചോദ്യം, സക്കവോസ് ആരായിരുന്നു? 69 ചോദ്യം, സക്കവോസ് ആരായിരുന്നു? ഓപ്ഷൻസ് ധനികൻ, ശിഷ്യൻ, ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും. ധനികൻ, ശിഷ്യൻ, ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും. 70 ചോദ്യം, ദരിദ്രർക്ക് എന്ത് കൊടുക്കുന്നുവെന്നാണ് സക്കവോസ് പറഞ്ഞത്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുക്കുന്നു, തൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു. 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുക്കുന്നു, തൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു. 71 ചോദ്യം, ദൂരദേശത്തേക്ക് പോയ പ്രഭു തിരിച്ചു വന്നത് എങ്ങനെയാണ്? ദൂരദേശത്തേക്ക് പോയ പ്രഭു തിരിച്ചു വന്നത് എപ്രകാരമാണ്? ഓപ്ഷൻസ് കിരീടാവകാശിയായി, രാജപദവി സ്വീകരിച്ച് ചക്രവർത്തിയായി. കിരീടാവകാശിയായി, രാജപദവി സ്വീകരിച്ച് ചക്രവർത്തിയായി. 72 ചോദ്യം, ദുഷ്ടഭൃത്തിനെ എങ്ങനെ വിധിക്കും? ലൂക്ക 19:22 അനുസരിച്ച് ഉത്തരം പറയുക. ദുഷ്ടഭൃത്തിനെ എങ്ങനെയാണ് വിധിക്കുന്നത്? ലൂക്ക 19:22 അനുസരിച്ച് ഉത്തരം പറയുമ്പോൾ മരണശിക്ഷയ്ക്ക് വിധിക്കും, അവൻ്റെ വാക്കുകൊണ്ട് തന്നെ വിധിക്കും, നാട് കടത്തും. മരണശിക്ഷയ്ക്ക് വിധിക്കും, അവൻ്റെ വാക്കുകൊണ്ട് തന്നെ വിധിക്കും, നാട് കടത്തും. 73 ചോദ്യം, ഒലിവുമലയ്ക്ക് അരികെയുള്ള 2 സ്ഥലങ്ങൾ. ഒലിവുമലയ്ക്ക് അരികെയുള്ള 2 സ്ഥലങ്ങൾ. 73 ചോദ്യം, ഒലിവുമലയ്ക്ക് അരികെയുള്ള 2 സ്ഥലങ്ങൾ. ടൈർ, സീദോൻ, ജെറുസലേം, ജെറീക്കോ, ബെത്ഫഗെ, ബെഥാനിയ. ടൈർ, സീദോൻ, ജെറുസലേം, ജെറീക്കോ, ബെത്ഫഗെ, ബെഥാനിയ. 74 ചോദ്യം, യേശു വിലപിച്ചത് ഏത് പട്ടണം അടുത്ത് കണ്ടപ്പോഴാണ്?
യേശു വിലപിച്ചത് ഏത് പട്ടണം അടുത്ത് കണ്ടപ്പോഴാണ്? ഓപ്ഷൻസ് ജെറുസലേം, ജെറീക്കോ, ഗലീലി. ജെറുസലേം, ജെറീക്കോ, ഗലീലി. 75-ാമത്തെ ചോദ്യം, യേശു ദിവസവും പഠിപ്പിച്ചിരുന്നത് എവിടെയാണ്? യേശു ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് സിനഗോഗിൽ, പട്ടണത്തിൽ, ദേവാലയത്തിൽ. സിനഗോഗിൽ, പട്ടണത്തിൽ, ദേവാലയത്തിൽ. 76-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ് യേശുവിനെ അറിഞ്ഞില്ല, നിൻ്റെ സന്ദർശനം നീ അറിഞ്ഞില്ല, യോഹന്നാനെ വധിച്ചു. യേശുവിനെ അറിഞ്ഞില്ല, നിൻ്റെ സന്ദർശനം നീ അറിഞ്ഞില്ല, യോഹന്നാനെ വധിച്ചു. 76-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്നാണ് യേശു പറഞ്ഞത്? 77-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോട് പറഞ്ഞു? മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് ശിഷ്യരോട്, ജനങ്ങളോട്, ഫരിസയരോട്. ശിഷ്യരോട്, ജനങ്ങളോട്, ഫരിസയരോട്. ശിഷ്യരോട്, ജനങ്ങളോട്, ഫരിസയരോട്. 78-ാമത്തെ ചോദ്യം, എന്ത് കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചാരന്മാർ യേശുവിനോട് ചോദിച്ചത്? എന്ത് കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചാരന്മാർ യേശുവിനോട് ചോദിച്ചത്? ഓപ്ഷൻസ് നേർച്ച കൊടുക്കുന്നത്, സീസൺ നികുതി കൊടുക്കുന്നത്, സൗഖ്യം കൊടുക്കുന്നത്. 79-ാമത്തെ ചോദ്യം, ലൂക്ക 20:29 മോശ കൽപ്പിച്ചിട്ടുള്ളതായി പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏതാണ്? ലൂക്ക 20:29 മോശ കൽപ്പിച്ചിട്ടുള്ളതായി പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം. നിയമാവർത്തനം 20:5, നിയമാവർത്തനം 21:1, നിയമാവർത്തനം 25:5. നിയമാവർത്തനം 20:5, നിയമാവർത്തനം 21:1, നിയമാവർത്തനം 25:5. 80-ാമത്തെ ചോദ്യം, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നിങ്ങനെ കർത്താവിനെ വിളിച്ചത് ആരാണ്? അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നിങ്ങനെ കർത്താവിനെ വിളിച്ചത് അബ്രാഹം, ഇസഹാക്ക്, മോശ. അബ്രാഹം, ഇസഹാക്ക്, മോശ. 81-ാമത്തെ ചോദ്യം, ദേവാലയം എപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത്? ദേവാലയം എങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത്? ഓപ്ഷൻസ് മനോഹരമായി, ഭംഗിയായി, വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. മനോഹരമായി, ഭംഗിയായി, വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. 82-ാമത്തെ ചോദ്യം, ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്തെല്ലാം? ക്ഷാമം, പകർച്ചവ്യാധി, യുദ്ധങ്ങളും കലഹങ്ങളും. ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്തെല്ലാം? ഓപ്ഷൻസ് ക്ലേശം, പകർച്ചവ്യാധി, യുദ്ധങ്ങളും കലഹങ്ങളും. 83-ാമത്തെ ചോദ്യം, സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യണം? സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് പട്ടണം വിട്ടുപോകണം, ഗ്രാമം വിട്ടുപോകണം, പട്ടണത്തിൽ തന്നെ നിൽക്കണം. പട്ടണം വിട്ടുപോകണം, ഗ്രാമം വിട്ടുപോകണം, പട്ടണത്തിൽ തന്നെ നിൽക്കണം. 84-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? 84-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ഭൂമിയിൽ, ആകാശത്ത്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. ഭൂമിയിൽ, ആകാശത്ത്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. 85-ാമത്തെ ചോദ്യം, കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംഭ്രമം ഉളവാക്കുന്നത് ആരിലാണ്? കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംഭ്രമം ഉളവാക്കുന്നത് ആരിലാണ്? ഓപ്ഷൻസ് ജനപദങ്ങളിൽ, രാജാക്കന്മാരിൽ, ശത്രുക്കളിൽ. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംഭ്രമം ഉളവാക്കുന്നത് ആരിലാണ്? ഓപ്ഷൻസ് ജനപദങ്ങളിൽ, രാജാക്കന്മാരിൽ, ശത്രുക്കളിൽ. 86-ാമത്തെ ചോദ്യം, ലൂക്ക 21:25 സാമ്യമുള്ള പുതിയ നിയമഭാഗം ഏതാണ്? ലൂക്ക 21:25 സാമ്യമുള്ള പുതിയ നിയമഭാഗം വെളിപാട് 6:12-13, വെളിപാട് 6:10-12, വെളിപാട് 6:1-2. വെളിപാട് 6:12-13, വെളിപാട് 6:10-12, വെളിപാട് 6:1-2. 87-ാമത്തെ ചോദ്യം, പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടത്? ഓപ്ഷൻസ് ശിഷ്യന്മാരെ, നേതാക്കന്മാരെ, ജനങ്ങളെ. ശിഷ്യന്മാരെ, നേതാക്കന്മാരെ, ജനങ്ങളെ. 88-ാമത്തെ ചോദ്യം, പുതിയ ഉടമ്പടിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ലേഖനഭാഗം ഏതാണ്? പുതിയ ഉടമ്പടിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ലേഖനഭാഗം 1 കൊറിന്തോസ് 11:23-25, 1 കൊറിന്തോസ് 11:10, 1 കൊറിന്തോസ് 11:1.
1 കൊറിന്തോസ് 11:23-25, 1 കൊറിന്തോസ് 10, 1 കൊറിന്തോസ് 11:1. 89 ചോദ്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന വചനഭാഗം ഏതാണ്? 89 ചോദ്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന വചനഭാഗം ലൂക്ക 22:10, ലൂക്ക 22:22, ലൂക്ക 22:20. ലൂക്ക 22:10, ലൂക്ക 22:22, ലൂക്ക 22:20. 90 ചോദ്യം, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതിയിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥഭാഗം ഏതാണ്? അവൻ നിയമലംഘകരോട് എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥഭാഗം ഏതാണ്? ഓപ്ഷൻസ്: ഏശയ്യ 53:12, ഏശയ്യ 5:12, ഏശയ്യ 1:2. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥഭാഗം: ഏശയ്യ 53:12, ഏശയ്യ 5:12, ഏശയ്യ 1:2. 91 ചോദ്യം, ലൂക്ക 22:69 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗം ഏതാണ്? ലൂക്ക 22:69 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗം ഏതാണ്? ഓപ്ഷൻ: സങ്കീർത്തനം 110:1, സങ്കീർത്തനം 110:10, സങ്കീർത്തനം 110:2. 92 ചോദ്യം, എഫേസുസ് 2:11 പ്രകാരം ശരിയായത് ഏതാണ്? എഫേസുസ് 2:11 പ്രകാരം ശരിയായത് ഏതാണ്? ഓപ്ഷൻസ്: ക്രിസ്തുവിനെ അറിയാത്തവർ, അപരിച്ഛേദിതർ, പ്രത്യാശയില്ലാത്തവർ. ക്രിസ്തുവിനെ അറിയാത്തവർ, അപരിച്ഛേദിതർ, പ്രത്യാശയില്ലാത്തവർ. 93 ചോദ്യം, കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളും ആരാണ്? ചോദ്യം ഒന്നുകൂടി ഇരുത്തി വായിക്കുക. കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളും ആരാണ്? ഓപ്ഷൻസ്: വിജാതിയർ, കൊറിന്തോസുകാർ, റോമാക്കാർ. വിജാതിയർ, കൊറിന്തോസുകാർ, റോമാക്കാർ. 94 ചോദ്യം, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഡാഷ് ലഭിക്കട്ടെ. ഓപ്ഷൻ: ശക്തി ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ, മഹത്വം ലഭിക്കട്ടെ. ശക്തി ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ, മഹത്വം ലഭിക്കട്ടെ. 95 ചോദ്യം, യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്ത ആരാണ്? ഓപ്ഷൻസ്: പട്ടാളക്കാർ, കാവൽ നിന്നിരുന്നവർ, ശതാധിപൻ. യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്ത ആരാണ്? ഓപ്ഷൻസ്: പട്ടാളക്കാർ, കാവൽ നിന്നിരുന്നവർ, ശതാധിപൻ. 96 ചോദ്യം, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസിലുള്ള ആർക്കാണ് എഴുതുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസിലുള്ള ആർക്കാണ് എഴുതുന്നത്? ഓപ്ഷൻസ്: വിശുദ്ധർക്ക്, ജനങ്ങൾക്ക്, വിജാതിയർക്ക്. വിശുദ്ധർക്ക്, ജനങ്ങൾക്ക്, വിജാതിയർക്ക്. 97 ചോദ്യം, സ്ലീഹ രക്ഷയുടെ സദ്വാർത്ത എന്ന് പറയുന്നത് നീതിയുടെ വചനം, സത്യത്തിൻ്റെ വചനം, രക്ഷയുടെ വചനം. സ്ലീഹ രക്ഷയുടെ സദ്വാർത്ത എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: നീതിയുടെ വചനം, സത്യത്തിൻ്റെ വചനം, രക്ഷയുടെ വചനം. 98 ചോദ്യം, വിശുദ്ധർക്ക് അവകാശമായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താണ്? ഓപ്ഷൻ: സ്നേഹം, ദൈവിക ദാനം, മഹത്വത്തിൻ്റെ സമൃദ്ധി. 98 ചോദ്യം, വിശുദ്ധർക്ക് അവകാശമായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താണ്? ഓപ്ഷൻ: സ്നേഹം, ദൈവിക ദാനം, മഹത്വത്തിൻ്റെ സമൃദ്ധി. 99 ചോദ്യം, ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവരെ പോലെ ഡാഷ് മക്കളായിരുന്നു. ഓപ്ഷൻസ്: വിദ്വേഷത്തിൻ്റെ, ക്രോധത്തിൻ്റെ, കോപത്തിൻ്റെ. വിദ്വേഷത്തിൻ്റെ, ക്രോധത്തിൻ്റെ, കോപത്തിൻ്റെ. 100 ചോദ്യം, ഡാഷ് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഓപ്ഷൻസ്: കാരുണ്യം, വിശ്വാസം, ആത്മാവ്. 100 ചോദ്യം, ഡാഷ് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഓപ്ഷൻസ്: കാരുണ്യം, വിശ്വാസം, ആത്മാവ്. നമ്മൾ എഴുതിയ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1ാമത്തിൻ്റെ ഉത്തരം ദാൻ ഗോത്രം, 2 4 കാര്യങ്ങൾ, 3 നാസീർ വ്രതം, 4 മനോവയ്ക്ക്, 5 30, 6 തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, 7 സാംസൻ്റെ ഭാര്യ, 8 2 പ്രാവശ്യം, 9 ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്, 10 ഫിലിസ്ത്യർ, 11 ഞാൻ ഫിലിസ്ത്യരോട് നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും, 12 എത്താം പാറക്കെട്ടിൽ, 13 യൂദയായിലെ ജനം ഫിലിസ്ത്യരോട്, 14 15 റാമാത്ത് ലേഹി, 16 അപേക്ഷിക്കുന്നവൻ്റെ ഉറവ, 17 ഊർജ്ജസ്വലനായി, 18 ദലീല, 19 പടിപ്പുരയുടെ വാതിൽ, 20
മറ്റു മനുഷ്യരെ പോലെ 21 ഉൾമുറിയിൽ 22 നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. 23 ക്ഷൗരക്കത്തി. 24 നമ്മുടെ ദേവനായ ദാഗോൻ. 25 സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. 26 ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. 27 20 വർഷം. 28 യൂദാ വംശജനായ ഒരു യുവാവ്. 29 കർത്താവിന്. 30 ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 31 BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. 32 ജെറുസലേംകാരനായ സിറാക്കിമിൻ്റെ മകൻ യേശു. 33 മക്കൾ. 34 ആദരിക്കുക. 35 രഹസ്യം. 36 6. 37 സ്നേഹിതരുടെ. 38 ദുശാട്ടുകാരിയായ പുത്രിയെ. 39 ഉപദേശകരെ. 40 33. 41 അധ്യായം 43. 42 അത്യുന്നതൻ്റെ. 43 എല്ലാ കഴിവും ഉപയോഗിച്ച്. 44 ജ്ഞാനം. 45 ആദ്യം മുതൽ തന്നെ. 46 ഹേനോക്ക് നോഹ. 47 ജലപ്രളയത്തിന് ശേഷം. 48 ഇസഹാക്കിന്. 49 ജോഷുവയുടെ. 50 വാർദ്ധക്യം വരെ. 51 രാജാവിൻ്റെ മരണം. 52 വിശുദ്ധ സ്ഥലം മുഖരിതമായി. 53 എഫ്രായിമിൽ നിന്ന്. 54 രാജാക്കന്മാരെ. 55 അനുഗ്രഹീതർ. 56 ജെറമിയ. 57 ശിമയോൻ്റെ കാലത്ത്. 58 പ്രഭാത താരം പോലെ. 59 ശിമയോൻ. 60 ലെബനോനിൽ. 61 വിജാതിയുടെ ഗലീലിയായിൽ പഠിപ്പിച്ചുകൊണ്ട്. 62 സുവിശേഷകനായ ലൂക്ക. 63 ശാസിക്കുക. 64 13 ലേവ്യർ 13 45-46. 65 മനുഷ്യപുത്രൻ്റെ ആഗമനം. 66 ഉൽപ്പത്തി 19-26. 67 ലൂക്ക 18-14. 68 12 പേരെയും അടുത്ത് വിളിച്ച്. 69 ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും. 70 തൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു. 71 രാജപദവി സ്വീകരിച്ച്. 72 അവൻ്റെ വാക്കുകൊണ്ട് തന്നെ വിധിക്കും. 73 ബെത്ഫഗെ ബെഥാനിയ. 74 ജെറുസലേം. 75 ദേവാലയത്തിൽ. 76 നിൻ്റെ സന്ദർശനം നീ അറിഞ്ഞില്ല. 77 ജനങ്ങളോട്. 78 സീസണിന് നികുതി കൊടുക്കുന്നത്. 79 നിയമാവർത്തനം 25:5. 80 മോശ. 81 വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. 82 യുദ്ധങ്ങളും കലഹങ്ങളും. 83 പട്ടണം വിട്ടു പോകണം. 84 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. 85 ജനപദങ്ങളിൽ. 86 വെളിപാട് 6:12-13. 87 ജനങ്ങളെ. 88 1 കൊറിന്തോസ് 11:23-25. 89 ലൂക്ക 22:20. 90 ഏശയ്യ 53:12. 91 സങ്കീർത്തനം 110:1. 92 അപരിച്ഛേദിതർ. 93 വിജാതീയർ. 94 ശക്തി. 95 കാവൽ നിന്നിരുന്നവർ. 96 വിശുദ്ധർക്ക്. 97 സത്യത്തിൻ്റെ വചനം. 98 മഹത്വത്തിൻ്റെ സമൃദ്ധി. 99 ക്രോധത്തിൻ്റെ. 100 വിശ്വാസം. നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തിയ ശേഷം ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ 100-ൽ എത്ര കിട്ടിയെന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഇടുക. കമൻറ്റിനോടൊപ്പം രൂപത കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാലാ രൂപതയിലുള്ള ഒരാൾ എക്സാം എഴുതിയിട്ട് 90 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 91 മാർക്ക് കിട്ടിയെങ്കിൽ കിട്ടിയ മാർക്ക് 100-ൽ 91 ആണെങ്കിൽ 91 എഴുതുക. അതിനുശേഷം പാലാ ഡയസിസ് എന്നോ അല്ലെങ്കിൽ പാലാ രൂപത എന്നൊക്കെ, അല്ലെങ്കിൽ പാലാന്ന് മാത്രം എഴുതിയാലും മതി. അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ. ഇപ്പോൾ ഈ ഒരു മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ് നമുക്കൊരു നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് 90-നും 85-നും ഇടയിൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഒത്തിരി സമാനവാക്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പുതിയ നിയമഭാഗവുമായി ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് 100 മാർക്ക് കിട്ടിയവർക്ക് അഭിമാനിക്കാം. നിങ്ങളത് എക്സലൻ്റായിട്ട് പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഒരു 80 താഴെയുള്ളവർ വീണ്ടും പരിശ്രമിക്കുക. പിടിച്ചാൽ നമുക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടും. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ.